ഇവിടെ ദുബായിൽ നമ്മുടെ റമദാൻ എന്ന് പറയുമ്പോൾ അങ്ങനെ കാര്യമായിട്ട് ഞാനൊന്നും മുൻകൂട്ടി ചെയ്യാറില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവം എളുപ്പമാവില്ലേ. റമദാനൊക്കെ ആകുമ്പോൾ നോമ്പൊക്കെ എടുത്ത് നമ്മൾ ഭയങ്കര ടയേർഡാവും. അപ്പോൾ ആ ഒരു സമയത്ത് മക്കൾക്കും എല്ലാവർക്കും കുക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ടയേർഡിൻ്റെ കൂടെ കുക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നൂലേ. അപ്പോൾ കുറേ ആളുകളൊക്കെ മസാലകളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് കണ്ടു. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്ത് വെക്കാറില്ല. ഇത് ഞാൻ മുമ്പും നോർമലി കുക്ക് ചെയ്യുന്ന ഡേയ്സിലും ഇത് ഞായറാഴ്ചകളിൽ അവധി വരുമ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കി ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ചെയ്തു വെക്കാറുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ അതങ്ങനെ ഇത് പേസ്റ്റാക്കി വെക്കാറുണ്ട്. അതല്ലാതെ ഞാൻ തൊലി കളഞ്ഞിട്ട് വാഷ് ചെയ്തിട്ടും വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വെച്ചത് വേറെ ഉണ്ട്. ഇത് ഞാനിങ്ങനെ പേസ്റ്റാക്കാനായിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇങ്ങനെ കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെയാണ്. പക്ഷേ നോർമലി ഞാൻ പേസ്റ്റാക്കി വെക്കാറ് ജിഞ്ചറും ഗാർലിക്കും ഒരുമിച്ച് പേസ്റ്റാക്കാറാണ്. മറ്റേ ഗ്രീൻ ചില്ലി ഒന്നും പേസ്റ്റാക്കാറില്ല കേട്ടോ. ഗ്രീൻ ചില്ലി ഞാനിങ്ങനെ കട്ട് ചെയ്തിടാറാണ്. അല്ലാതെ പേസ്റ്റാക്കി വെക്കാറില്ല. ഇത്തവണ ഞാനെല്ലാം ഒന്ന് പേസ്റ്റാക്കിയിട്ട് യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നന്നായിട്ട് തുടച്ചിട്ട് ഇനി വെള്ളത്തിൻ്റെ അംശം ഉണ്ടോ നോക്കാനായിട്ട് ഞാൻ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിലത്ത് വെക്കുന്നുണ്ട്. മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. പിന്നെ ഇത് പേസ്റ്റാക്കി വെക്കാനായിട്ട് ഞാനൊരു സിപ്ലോക്ക് കവർ വാങ്ങിയിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ കുപ്പികളിലൊക്കെ വെക്കുമ്പോൾ കുറേ സ്പേസ് പോകുമല്ലോ. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഇത്തവണ ഞാൻ ഫ്രീസറിലാണ് വെക്കാമെന്ന് വിചാരിച്ചത്. സാധാരണ ഞാൻ പേസ്റ്റ് ആക്കുമ്പോൾ ഫ്രീസറിലല്ല കേട്ടോ വെക്കാറ്. ഞാൻ വെക്കാറുള്ളത് ഫ്രിഡ്ജിൻ്റെ അടിയിലാണ്. അപ്പോൾ ഏകദേശം ഒരു 7 ഡേയ്സ് 10 ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും ഒരു ടേസ്റ്റ് വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ കടകളിൽ നിന്ന് വാങ്ങുന്ന ജിഞ്ചർ ഗാർലിക്കിലൊക്കെ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ടാവും. അതാണ് കുറേ ദിവസങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഹെൽത്തിന് കേടുവരുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുതല്ലോ. അപ്പോൾ ഞാനിത് അരമണിക്കൂർ വെയിലത്ത് വെച്ചിട്ട് ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായിട്ടും പോയി കഴിഞ്ഞാൽ പിന്നെയും കുറച്ചും കൂടെ കേടുവരാതിരിക്കും. പിന്നെ ഈ കവറും ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അപ്പം ഇതിലാണ് ഞാൻ ആക്കി വെക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ ഫ്രീസറിൽ. അപ്പോൾ സംഭവം ഞാൻ ഇങ്ങനെ ജിഞ്ചർ ആദ്യം പേസ്റ്റാക്കി എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റാക്കാം. ജിഞ്ചറും ഗാർലിക്കും ഒരുമിച്ചിട്ട് ഗ്രീൻ ചില്ലിയും കൂടി ഒരുമിച്ച് പേസ്റ്റാക്കരുത് കേട്ടോ. അതങ്ങനെ ചെയ്യുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടില്ല. ഇതിപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അടിച്ചു വെക്കൽ. ഞാൻ പൊതുവേ ജിഞ്ചറും ഗാർലിക്കും ഒരുമിച്ചിട്ട് പേസ്റ്റാക്കിയിട്ട് കുപ്പിയിലാക്കി വെക്കുകയാണ് ചെയ്യാറ്. അത് നാട്ടിൽ എൻ്റെ ഉമ്മ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജിഞ്ചർ ഇങ്ങനെ പേസ്റ്റാക്കി വെക്കുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. ചിലരിങ്ങനെ സുർക്കൊക്കെ ഒഴിക്കുന്നത് കണ്ടു വിനെഗർ. പക്ഷേ അതൊന്നും ഒഴിക്കാതെ തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് പേസ്റ്റ് ആവുന്നുണ്ട്. അപ്പം അതൊക്കെ ഒഴിച്ചിട്ട് വെറുതെ അതായത് വിനെഗർ ഒഴിച്ചാൽ കേടുവരില്ല. പക്ഷേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിലാവുമ്പോൾ ഒന്നുകൂടെ നല്ലതാണ്. ഇതെൻ്റെ അടുത്ത് സ്റ്റീലിൻ്റെ പാത്രം വലുതാണ്. അത് ഫ്രീസറിൽ കൊള്ളാത്തതുകൊണ്ട് ഞാനിതിങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രത്തിൽ ഞാനിങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച് എടുത്തു കഴിഞ്ഞാൽ സംഭവം രസമല്ലേ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കുറേ സമയമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ മക്കളൊക്കെ സ്കൂളിൽ പോയി ഹസ്ബൻഡ് ഓഫീസിലും പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ സമയം കിട്ടിയപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ട്രൈപോഡാണെങ്കിൽ പൊട്ടിക്കുന്നു. അപ്പോൾ ഞാനതങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് വെക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ ഗാർലിക്കും സെപ്പറേറ്റ് തന്നെ പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. മിക്സിയൊക്കെ നന്നായി തുടച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വെള്ളത്തിൻ്റെ അംശം പെട്ട് കഴിഞ്ഞാൽ കേടുവരുന്നു ഞാൻ എൻ്റെ കസിൻ പറഞ്ഞതിന് ശേഷം ഒട്ടും വെള്ളം വെക്കാതെ നന്നായി ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ വെയിലത്തും കൂടുതൽ കൊണ്ടുവെക്കുന്നത്. അരമണിക്കൂറാണ് ആൾ പറഞ്ഞത്. ഞാൻ പക്ഷേ 1 മണിക്കൂർ വെക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഞാനിങ്ങനെ പേസ്റ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് സിപ്ലോക്ക് ബാഗിൽ ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് സിപ്ലോക്ക് ബാഗിലാക്കി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുപ്പിയിലാക്കി വെക്കുമ്പോൾ ഇപ്പം നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് ഫ്രൂട്ട്സും കാര്യങ്ങളും വെക്കാനും കാര്യങ്ങൾക്കൊക്കെ സ്പേസ് വേണ്ടി വരുമല്ലോ. അപ്പോൾ സിപ്ലോക്ക് കവറൊക്കെ ആകുമ്പോൾ നമുക്ക് അധികം സ്പേസ് വേണ്ടാലോ. ഇത് ഞാൻ എല്ലാ ഭാഗവും ഇങ്ങനെ ഈക്വലായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം കട്ടി കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ ഭാഗത്തോട്ടും ഈക്വലായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജിഞ്ചർ ഗാർലിക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് തന്നെ പേസ്റ്റ് ആക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പം ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് രണ്ടും കൂടി ഒരുമിച്ചല്ല ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പീസ് ഇട്ടാൽ മതി. ഇതിപ്പോൾ നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയതുകൊണ്ട് രണ്ടിൽ നിന്നും ഓരോ പീസ് എടുത്തിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്രീസായി കിട്ടും. അപ്പോൾ സംഭവം എളുപ്പമല്ലേ. അപ്പോൾ ഇങ്ങനെ ഫ്രീസാക്കുമ്പോൾ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഓരോ പീസും അടുത്ത പീസിൽ ടച്ച് ചെയ്യാതെ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ അപ്പോൾ ഇത് സംഭവം കണ്ടപ്പോൾ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും എനിക്ക് ഒരുപാട് സമയമുണ്ട് അപ്പോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ കുറേ ഗാർലിക്കും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അങ്ങനെ തൊലി കളഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ
ഇത് രണ്ടും ഇനിയിപ്പം നമുക്ക് ഫ്രീസ് ആവാനായിട്ട് ഫ്രീസറിലോട്ട് വെക്കാം കേട്ടോ. നിങ്ങൾക്ക് സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടെ നല്ലത്, ഈ ഒരു ഫൈബറിൻ്റെ പ്ലേറ്റിനേക്കാളും കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെയോ അതിനേക്കാളും. പിന്നെ ഞാൻ ഇതേപോലെ തന്നെ ഗ്രീൻ ചില്ലിയും നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചിട്ട് ഒട്ടും വെള്ളമില്ലാതെ തന്നെ ഇതും ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ, അതായത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കുന്നില്ല, ജിഞ്ചർ ഗാർലിക് പോലെ ഞാനൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്രീൻ ചില്ലി ഇതേപോലെ പേസ്റ്റാക്കിയത്, അതായത് അധികം പേസ്റ്റാക്കിയിട്ടില്ല, ക്രഷ് ചെയ്തത് ഞാനിതേപോലെ ഈ ഒരു സിബ്ലോ കവറിലാക്കിയിട്ട് അതിൻ്റെ എയറൊന്ന് കളഞ്ഞിട്ട് ഇതേപോലെ പരത്തിയെടുത്തിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക, കത്തി വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മൂർച്ചുള്ള ഭാഗം കൊണ്ട് കട്ട് ചെയ്യാതെ അതിൻ്റെ ബാക്ക് വശം കൊണ്ട് കട്ട് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ കവർ കയറിപ്പോവും കേട്ടോ. അപ്പോൾ ഞാനത് ഇതേപോലെ ഇങ്ങനെ ചെറിയ പീസസായിട്ട് നമുക്ക് ഓരോ തവണ ഓരോ പീസ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് സംഭവം ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു. ഇങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് ഓരോ പീസസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക എന്ന് പറയുമ്പോൾ സംഭവം രസമല്ലേ അല്ലേ. അപ്പോൾ ഇതിപ്പം എല്ലാം ഫ്രീസായിട്ട് മൂന്നും ഫ്രീസായിട്ട് വന്നതാണ്. അപ്പോൾ ശരിക്കും യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് അങ്ങനെ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ മറ്റേത് സിബ്ലോക്ക് കവറിലാക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഫ്രീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് പീസസായിട്ട് ആ ഒരു ബാഗിലിട്ട് കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഞാനിതേപോലെ തന്നെ ഇതിപ്പം ഫ്രീസായതിന് ശേഷമുള്ള ഒരു സംഭവമാണ്. നന്നായിട്ട് ഫ്രീസായിട്ട് കണ്ടില്ലേ, ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോ പീസസായിട്ട്, ഇപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഒരു പീസ് ഈ ഒരു ജിഞ്ചറിൽ നിന്നും ഒരു പീസ് ഇതിൽ നിന്ന് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ സിബ്ലോക്ക് കവറിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇത് നമുക്കങ്ങനെ ഫ്രീസറിലൊരു ഭാഗത്ത് സ്പേസ് പോകാതെ തന്നെ വെക്കാനും പറ്റും. ഇതിപ്പം എല്ലാവരും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. കുറേ ആളുകൾ യൂട്യൂബിൽ ചെയ്യുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്ത് നോക്കിയത്. സത്യത്തിൽ ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ സാധാരണ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും ഫ്രീസാക്കി വെക്കുമ്പോൾ എനിക്ക് കറക്റ്റ് അറിയില്ല, കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാക്കി വെക്കുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഒരു ഒത്തിരി സ്മെല്ല് മാറാറില്ലേ. അപ്പോൾ ഫ്രീസാക്കി വെക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഓരോ പീസ് എടുത്ത് യൂസ് ചെയ്താൽ മതിയല്ലോ. പിന്നെ നമ്മൾ ആ ഡെയിലി പീൽ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഫ്രഷ്നെസ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും നമുക്ക് പണി എളുപ്പമാക്കാമല്ലോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രീൻ ചില്ലിയും ഈ ഒരു ഇതിൽ തന്നെ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ചെയ്തിട്ട് അതും കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഫ്രീസറിൽ ഒരു സൈഡിൽ വെക്കാനായിട്ട് പറ്റും. ഈ പറഞ്ഞ പോലെ സ്പേസ് നമുക്ക് പോവുകയില്ല. അങ്ങനെ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്യുന്നത് കണ്ടപ്പോൾ യൂസ്ഫുൾ ആണെന്ന് തോന്നി, അതുകൊണ്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസായിട്ട് വരണ്ടിട്ട് ആ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.